തേവലക്കരയിൽ ഒരു സ്കൂള് ഇതൊക്കെ പണ്ട് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത്. ഇനി ഇതൊന്നും നടക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് കേരള പോലീസ്. പ്രതിഷേധത്തിന്റെ പേരിൽ ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അഴിഞ്ഞാട്ടം നടത്താനെത്തിയ SFIയോട് ഈ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചത്. ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂളിൽ കഴിഞ്ഞ മഴക്കാലത്ത് സ്കൂൾ കെട്ടിടം തകർന്നു വീണതിന് ശേഷം അത് കോൺഗ്രസും SFIയും അവിടെ നടത്തിയ അടി ആരും മറന്നു കാണില്ല. അന്ന് നടന്ന സംഘർഷത്തിന്റെ ഏതാനും ദൃശ്യങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ഒരു മുൻകരുതൽ എന്നോണം കുട്ടി സഖാക്കന്മാരൊക്കെ കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് ഇന്ന് ആഭ്യന്തരമന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് കരുതൽ തടങ്കൽ വെക്കുകയായിരുന്നു. പ്രവേശനോത്സവത്തിന് മിഠായി വിതരണം ചെയ്യാൻ എത്തിയവരെയാണ് കരുതൽ തടങ്കലിൽ ആക്കിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തായിരുന്നു പോലീസ് നടപടിയെന്ന് വ്യക്തമാക്കി. കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രവേശനോത്സവത്തിന് എത്തിയതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുന്നെയാണ് മിഠായി വിതരണം ചെയ്യണമെന്നോണം SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ സ്കൂളിലേക്ക് കടന്നു കയറിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതിനുശേഷം നിലവിൽ പ്രതിഷേധ സാഹചര്യമില്ല എന്ന് SFI പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലാണ്. അവരെ വിട്ടുകിട്ടണമെന്ന് SFI പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം ഉയർന്നു. കഴിഞ്ഞ വർഷം കാർത്തികപ്പള്ളി സ്കൂളിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തവണ കരുതൽ തടങ്കൽ വെച്ചത്. അന്ന് സ്കൂളിൽ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കവെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ അതിക്രമിച്ചു കയറിയത്. തുടർന്ന് വൻ അതിക്രമണമാണ് അഴിച്ചുവിട്ടത്. അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയും ഭക്ഷണശാല തകർക്കുകയും ചെയ്തു. പ്രിൻസിപ്പാളിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതോടെ CPM നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. കൂടാതെ മാധ്യമങ്ങൾക്ക് സ്കൂളിൽ വിലക്കേർപ്പെടുത്തിയതും വാർത്തയായി. പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നാരോപിച്ച് കളക്ടറിന്റെ വാക്കുകളെ മുഖവിലക്കെടുക്കാതെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിന് നേരെയും അതിക്രമമുണ്ടായി. LKG കുട്ടികളടക്കം ക്ലാസ്സിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇവരുടെ അഴിഞ്ഞാട്ടം. എന്തായാലും ഇത്തവണ അടവൊന്നും ഏറ്റില്ല. കരുതൽ തടങ്കൽ വെച്ച ദൃശ്യങ്ങൾ കൂടി താഴെ ചേർക്കുന്നു, കാണാം.